ഡൊണാൾഡ് ട്രംപ് താരിഫുകൾ ഓഹരി വിപണിയെ ബാധിക്കുന്നു. ഇന്ത്യൻ കയറ്റുമതിയിൽ 50% താരിഫ് പ്രാബല്യത്തിൽ വരുമെന്ന് US അറിയിച്ചതിനെ തുടർന്ന് ബെഞ്ച്മാർക്ക് സൂചികകളായ നിഫ്റ്റി 50, BSE, സെൻസെക്സ് എന്നിവ ചൊവ്വാഴ്ച വ്യാപാരത്തിൽ ഇടിഞ്ഞു. നിഫ്റ്റി 50 24,800 താഴെയായപ്പോൾ BSE, സെൻസെക്സും ഏകദേശം 700 പോയിന്റ് ഇടിഞ്ഞു. വിപണി വികാരത്തെ സാരമായി ബാധിച്ചു. അതേസമയം കറൻസിയിലെ ഏറ്റക്കുറച്ചിലുകളും വിദേശ നിക്ഷേപകരുടെ പിൻവലിക്കലും ഉൾപ്പെടെയുള്ള മറ്റു ഘടകങ്ങൾ താഴേക്കുള്ള പ്രവണതയ്ക്ക് കാരണമായി. US 50% തീരുവകൾ പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ റഷ്യൻ എണ്ണ വാങ്ങലുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ കയറ്റുമതിക്ക് 25% അധിക തീരുവ ചുമത്തുമെന്ന് ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചതോടെ വ്യാപാര വികാരം വഷളായിട്ടുണ്ട്. ഇതോടെ മൊത്തം താരിഫ് 50% ഉയർന്നു. നടപ്പാക്കൽ വിശദാംശങ്ങൾ വിശദീകരിക്കുന്ന ഒരു കരട് നോട്ടീസ് ആഭ്യന്തര സുരക്ഷാ വകുപ്പ് തിങ്കളാഴ്ച പുറപ്പെടുവിച്ചു. അതേസമയം ഓഗസ്റ്റ് 25, 29 തീയതികളിൽ US വ്യാപാര പ്രതിനിധികൾ ന്യൂഡൽഹിയിലേക്ക് നടത്താനിരുന്ന സന്ദർശനം അപ്രതീക്ഷിതമായി റദ്ദാക്കി. ലോകമെമ്പാടും ഏറ്റവും ഉയർന്ന US കസ്റ്റംസ് തീരുവ നേരിടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യൻ കയറ്റുമതിക്കാർ. ചൈന, വിയറ്റ്നാം, ബംഗ്ലാദേശ് തുടങ്ങിയ എതിരാളികൾക്ക് ചുമത്തുന്നതിനേക്കാൾ ഗണ്യമായി കൂടുതലാണ് ഇത്. ലാഭ ബുക്കിംഗ് GST പരിഷ്കരണ നിർദ്ദേശങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള പോസിറ്റീവ് വികാരമാണ് കഴിഞ്ഞ ആഴ്ചയിലെ ഉയർച്ചയ്ക്ക് ശേഷം നിക്ഷേപകർ ലാഭം നേടിയതെന്ന് ET റിപ്പോർട്ട് പറയുന്നു. ദീപാവലിക്ക് മുൻപ് വിവിധ ഉൽപ്പന്ന സേവന വിഭാഗങ്ങളിലെ GST നിരക്കുകൾ കുറയ്ക്കാനുള്ള പദ്ധതികൾ ഈ മാസം ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ തീരുവകൾ ഇന്ത്യ US-ലേക്ക് കയറ്റുമതിയുടെ 66% ബാധിക്കും. ചൈനയും വിയറ്റ്നാമും നേട്ടമുണ്ടാക്കും. വിദേശ നിക്ഷേപ ഒഴുക്ക് ഓഗസ്റ്റ് 25-ന് വിദേശ സ്ഥാപന നിക്ഷേപകർ ഇന്ത്യൻ ഇക്വിറ്റികളിൽ നിന്ന് 2,466 കോടി രൂപ പിൻവലിച്ചു. അതേസമയം ആഭ്യന്തര സ്ഥാപന നിക്ഷേപകർ 3,176.69 കോടി രൂപയുടെ അറ്റവാങ്ങലുകളിലൂടെ പിന്തുണ നൽകി. ഈ പിൻവലിക്കൽ വലിയൊരു കൂട്ടക്കൊലയുടെ ഭാഗമാണ്. ഓഗസ്റ്റ് ആദ്യം 8 മേഖലകളിലായി ഏകദേശം 31,889 കോടി രൂപ FIIകൾ പിൻവലിച്ചു. ഇത് പ്രത്യേകിച്ച് സാമ്പത്തിക സാങ്കേതിക മേഖലകളെ ബാധിക്കുകയും ചെയ്തു. ജൂലൈയിലെ പിൻവലിക്കലുകൾക്ക് ശേഷം ഈ മാസത്തെ അറ്റ ഇക്വിറ്റി വിൽപ്പന 20,976 കോടി രൂപയിലെത്തി. ഇത് വർഷത്തിലെ മൊത്തം പിൻവലിക്കലുകൾ ഏകദേശം 1.2 ട്രില്യൺ രൂപയായി വർദ്ധിച്ചു. ഓഗസ്റ്റ് 13-ന് ഇന്ത്യയിലെ വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകരുടെ സാന്നിധ്യം ഒരു ദശാബ്ദത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയെന്ന് ജെഫ്രീസ് റിപ്പോർട്ട് ചെയ്തു. ആഭ്യന്തര നിക്ഷേപങ്ങൾ ചില സ്ഥിരത നൽകുന്നുണ്ടെങ്കിലും വിപണിയിലെ വീണ്ടെടുക്കലുകൾ സുസ്ഥിരമായിരിക്കില്ലെന്ന് വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ആഴ്ച രൂപ ചൊവ്വാഴ്ച തുടർച്ചയായ 5ാം സെഷനിലും ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞു. ഓഗസ്റ്റ് 27 മുതൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ ഏർപ്പെടുത്തുമെന്ന് വിപണി പങ്കാളികൾ പ്രതീക്ഷിച്ചിരുന്നതിനാൽ ആദ്യകാല വ്യാപാരത്തിൽ US ഡോളറിനെതിരെ 22 പൈസ ഇടിഞ്ഞ് 87.78 എന്ന നിലയിലെത്തി. രൂപയുടെ മൂല്യം ഇടിയുന്നത് ഇറക്കുമതി ചെലവ് വർദ്ധിപ്പിക്കുകയും കമ്പനിയുടെ ലാഭത്തെ ബാധിക്കുകയും ചെയ്യുന്നതിനാൽ കറൻസിയുടെ താഴേക്കുള്ള ചലനം ഓഹരി വിപണികളിലെ നെഗറ്റീവ് വികാരം വർദ്ധിപ്പിച്ചു. ലോകത്തെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ട്രംപിന്റെ രീതി ഒരു വിടവാങ്ങൽ ഒരൊറ്റ വിപണിയെ മാത്രം ആശ്രയിക്കരുതെന്ന് ഇന്ത്യയെ സമീപകാല അനുഭവം പഠിപ്പിച്ചുവെന്ന് ജയശങ്കർ വ്യക്തമാക്കി. തന്ത്രപരമായ സ്വയംഭരണം ഉറപ്പിക്കുന്നു. ആഗോള വിപണി സൂചനകൾ അന്താരാഷ്ട്ര ഓഹരി വിപണികളിലെ ഇടിവ് ഇന്ത്യൻ വിപണികളിൽ ഇടിവ് സമ്മർദ്ദം ചെലുത്താൻ കാരണമായി. ഫെഡറൽ റിസർവ് നയങ്ങളെക്കുറിച്ചുള്ള അനിശ്ചിതത്വം കാരണം US വിപണികൾ താഴ്ന്നതിനെ തുടർന്ന് ഏഷ്യൻ ഓഹരികളും താഴ്ന്നു. ജപ്പാൻ ഒഴികെയുള്ള ഏഷ്യ പസഫിക് ഓഹരികളുടെ MSCIയുടെ സമഗ്ര സൂചിക 0.6% കുറഞ്ഞപ്പോൾ ജപ്പാന്റെ നിക്കി 1.1% ഇടിഞ്ഞു. യൂറോപ്യൻ US ഫ്യൂച്ചറുകൾ താൽക്കാലികമായി തുറന്നതായി സൂചന നൽകി. യൂറോ സ്റ്റോക്സ് 50 ഫ്യൂച്ചറുകളും 0.57% ഇടിഞ്ഞു. ജർമ്മൻ DAX ഫ്യൂച്ചറുകൾ 0.42% ഇടിഞ്ഞു. FTSE ഫ്യൂച്ചറുകൾ 0.35% ഇടിഞ്ഞു. US S&P 500 E-Mins 0.17% ഇടിഞ്ഞു. ഡിജിറ്റൽ നികുതികൾ നടപ്പിലാക്കുന്ന രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് തുടർന്നുള്ള അധിക ഇറക്കുമതി തീരുവകൾ ഏർപ്പെടുത്തുമെന്ന് പ്രസിഡന്റ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് വിപണി വികാരം വഷളായി. ഇത് താരിഫ് നിയന്ത്രണങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള അസ്ഥിരതയുടെ കാലഘട്ടം നീട്ടിക്കൊണ്ടുപോയി. ആക്രമണാത്മക സാമ്പത്തിക ലിവറേജ് യുദ്ധം നിർത്താൻ റഷ്യയെ നിർബന്ധിക്കാൻ ട്രംപ് ഇന്ത്യയിൽ ദ്വിതീയ തീരുവകൾ പ്രയോഗിച്ചതായി JD വാൻസ് പറയുന്നുണ്ട്. റഷ്യക്കാർക്ക് ഇത് കൂടുതൽ ബുദ്ധിമുട്ടാണ്. അസംസ്കൃത എണ്ണ വിലയിൽ വർധനവ്. ചൊവ്വാഴ്ചത്തെ വ്യാപാരത്തിൽ ക്രൂഡ് ഓയിൽ വില നേരിയ തോതിൽ കുറഞ്ഞെങ്കിലും 2 ആഴ്ച ഏറ്റവും ഉയർന്ന നിലയിലായിരുന്നു ഇത്. ഇന്ത്യൻ കമ്പനികളുടെ ഇൻപുട്ട് ചെലവുകൾ വർദ്ധിക്കുമോ എന്ന ആശങ്ക ഉയർത്തി. കഴിഞ്ഞ സെഷനിൽ 2 എണ്ണ മാനദണ്ഡങ്ങളും ഏകദേശം 2% ഉയർന്നിരുന്നു. WTI അതിന്റെ 100 ദിവസത്തെ മൂവിംഗ് ആവറേജിംഗ് മുകളിൽ നീങ്ങി. കാരണം വിതരണ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വ്യാപാരികൾ നിരീക്ഷിച്ചു. ക്രൂഡ് ഓയിൽ വിലയിലെ വർധനവ് ഇന്ധന തീവ്ര മേഖലകളുടെ ലാഭം കുറയ്ക്കുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. സെഷനിൽ എണ്ണവാതക സൂചിക ഏകദേശം 1% കുറഞ്ഞതിൽ നിന്ന് ഇത് വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.